ഹായ് ഡിയേഴ്സ്. അപ്പോൾ വീണ്ടും നമ്മൾ ഒരു യാത്രയുമായി വന്നിട്ടാണുള്ളത്. അപ്പോൾ ഒരു യാത്ര പോവുകയാണ് ഇന്ന് നമ്മളൊരു രാവിലെ ഒരു 6 മണിക്ക് തന്നെ പുറപ്പെട്ടു. നമ്മൾ കോട്ടയം ആ ഭാഗത്തേക്കാണ് ഇന്ന് യാത്ര പോകുന്നത്. അപ്പോൾ നമ്മളുടെ യാത്ര ഒരു അമ്പലത്തിലേക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ പുറപ്പെട്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അമ്പലത്തിൽ നേരത്തെ പോയിട്ടില്ല. ആദ്യമായിട്ടാണ് നമ്മൾ ഈ അമ്പലത്തിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രകൃതി ഭംഗിയാർന്ന വഴിയിലൂടെയാണ് നമ്മൾ പോയത്. അപ്പുറവും ഇപ്പുറവും ഒക്കെ പുഞ്ച ആയിട്ട് നടുക്കൂടെ റോഡ്, അങ്ങനെയായിരുന്നു നമ്മൾ പോകുന്ന വഴി ഉണ്ടായിരുന്നത്. കുറേ ചെന്ന് കഴിഞ്ഞപ്പം നമ്മൾക്ക് മെയിൻ റോഡിലേക്ക് നമ്മൾ കയറി. പക്ഷേ ഈ വഴികൾ മുഴുവനും നല്ല ഭംഗിയായിരുന്ന വഴിയായിരുന്നു. നമ്മളിങ്ങനെ കുറച്ച് ദൂരം നമ്മൾ ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് ഓടിച്ചു കേട്ടോ. കാരണം ആ ഒരു കാറ്റും ആ ഒരു ഭംഗി ആസ്വദിച്ച് തന്നെ മെല്ലെ പോകാമെന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് നേരമൊക്കെ ഗ്ലാസ്സൊക്കെ തുറന്നിട്ടാണ് കുറച്ച് നേരം ഓടിച്ചത്. പിന്നെ മഴ ചാറാൻ തുടങ്ങി. അപ്പോൾ മെല്ലെ ഗ്ലാസ് പൊക്കി. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ കണ്ടതാണ് ഈ താറാവിൻ്റെ കൂട്ടങ്ങളെ. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നി. കുറച്ച് നേരം അവിടെ വണ്ടി നിർത്തിയിട്ടു. വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നമുക്കായില്ല, ചെറിയ മഴച്ചാറ്റലുള്ളത് കൊണ്ട് നമ്മൾ ഇറങ്ങിയില്ല. ക്യാമറയായിട്ട് ഇറങ്ങാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അവിടെ വണ്ടിയിൽ തന്നെ ഇരുന്നിട്ട് ആ താറാവിൻ്റെ കൂട്ടത്തിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കുറേ സമയം. അപ്പോൾ അത് നോക്കിക്കേ, വരിയായി പോകുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അങ്ങനെ അതിങ്ങനെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു നമ്മൾ. അതിന് ശേഷം നമ്മൾ നോക്കുമ്പം വേറെ ഒരു ഇനം ഒരു പക്ഷീനെ കൂടെ നമ്മളവിടെ കണ്ടു. അപ്പോൾ അത് കാണാം. എന്താണ് സത്യം പറഞ്ഞാൽ ആ പക്ഷിയുടെ പേരൊന്നും എനിക്കറിയില്ല. അരയന്ന ഇങ്ങനെയല്ലല്ലോ കാണാനിരിക്കുന്നത്. ഇതെന്തോ വേറൊരു തരം പക്ഷിയാണ്. ഇതിൻ്റെ പേരറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഇതിനെയും നമ്മളിങ്ങനെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. ഇപ്പോൾ തരക്കുഞ്ഞിനൊക്കെ ഇത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകമായി. എന്താ സംഭവം എന്നറിയില്ലല്ലോ. ഇതിൻ്റെ പേര് പറഞ്ഞു കൊടുക്കാൻ സത്യം പറഞ്ഞാൽ നമുക്കും അറിയുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ആ ഒരു വെള്ളത്തിലൂടെ ഇത് പോകുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതായിരുന്നു നമ്മളവിടെ കുറച്ച് നേരം നിന്ന് കണ്ടത്. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ മെല്ലെ വണ്ടി മുമ്പോട്ടേക്ക് എടുത്തു. ഈ ഒരു പാടത്ത് കൂടി തന്നെ കുറച്ചുകൂടെ ഇങ്ങനെ ആ റോഡിൻ്റെ സൈഡിൽ കൂടെ കുറച്ചുകൂടെ മുമ്പോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് വള്ളമൊക്കെ കണ്ടു കേട്ടോ. റോഡിനോട് തന്നെ അടുപ്പിച്ചിട്ടിരിക്കുന്നു വള്ളം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മനസ്സിൽ കാണുമായിരുന്നു, പക്ഷെ ഒരു വള്ളവും വെള്ളക്കാരനെയും കൂടി ഇതിനകത്തിൽ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. നമ്മുടെ മനസ്സാഗ്രഹിച്ചതുപോലെ തന്നെ വള്ളവും വെള്ളക്കാരനെയും നമ്മൾ കണ്ടു. ഇതായി യാത്ര മുമ്പോട്ടേക്ക് തിരിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ആ പാടത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്കും കാണാം ഒരു വള്ളവും വെള്ളക്കാരനും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മീൻ പിടിക്കാനായിട്ടാണ് പുള്ളി വള്ളവുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത് എന്ന് തോന്നുന്നു. അല്ലാതിപ്പം ഈ ചാറ്റൽ മഴയത്ത് ഈ വെള്ളത്തിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. അതാ നിങ്ങൾക്കും കാണാം, പുള്ളിക്കാരൻ എന്തോ വല വീശുന്ന പോലെയാണ് നമ്മൾ പെട്ടെന്ന് കണ്ടത്. അവിടെ നിർത്തിയില്ല. നമ്മൾക്ക് അമ്പലത്തിലെത്താൻ വൈകും. അമ്പലമാണല്ലോ, വേഗം അടയ്ക്കുമല്ലോ. 10 മണി വരെ അമ്പലം തുറക്കുള്ളൂ. അപ്പം അടയ്ക്കുന്നതിന് മുന്നേ നമുക്കവിടെ എത്തണം. നമുക്ക് വീട്ടിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറിന് മുകളിൽ യാത്രയുണ്ട്. കുഞ്ഞുങ്ങളുണ്ട്, വണ്ടിയിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മെല്ലെ പോകാനും ആവുള്ളൂ. അതുകൊണ്ട് നമ്മൾ യാത്ര വീണ്ടും അങ്ങനെ നമ്മൾ പറഞ്ഞ ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രത്തിൻ്റെ പേരാണ് പരപ്പുകാട് ദേവി ക്ഷേത്രം, ശ്രീ മഹാദേവി ക്ഷേത്രം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ഈ ക്ഷേത്രം നേരത്തെ അറിയത്തുണ്ടായിരുന്നില്ല. ഇങ്ങനെയൊരു ക്ഷേത്രം കോട്ടയം തൊണ്ടെന്ന് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പോയത്. അപ്പോൾ വളരെയധികം പ്രത്യേകതകളുള്ളൊരു ക്ഷേത്രമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്ന് കൂടിയാണ് പരപ്പുകാട് ശ്രീ മഹാദേവി ക്ഷേത്രം. ഇവിടെ സത്യം പറഞ്ഞാൽ ശ്രീരാമചന്ദ്രൻ്റെ അതുപോലെ തന്നെ ഹനുമാൻ, അങ്ങനെ 12 പ്രതിഷ്ഠകളാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിലുള്ളത്. അതിൽ മെയിൻ ഗോപുരത്തിൽ ഉമാമഹേശ്വര ശ്രീ മഹാദേവനും ദുർഗാദേവിയും, അതായത് ഉമാമഹേശ്വര സങ്കല്പത്തിലാണ് ശ്രീകോവിലിനുള്ളിൽ പ്രതിഷ്ഠ കുടികൊള്ളുന്നത്. 10 ചെറിയ ചെറിയ അമ്പലങ്ങൾക്കുള്ളിൽ 12 പ്രതിഷ്ഠകളാണ് ഈ അമ്പലത്തിലുള്ളത്.
ഒരു നിങ്ങൾക്ക് തന്നെ കണ്ടാലറിയാം തഞ്ചാവൂർ സ്റ്റൈലിലാണ് ഈ ഒരു തഞ്ചാവൂരിലെയോ മധുരയിലെയോ ഒക്കെ എത്തിയ പോലെയാണ് നമുക്ക് സത്യം പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ തോന്നുന്നത്. ആ ഒരു സ്റ്റൈലിലാണ് ഇത് പണി കഴിപ്പിച്ചെടുത്തിട്ടുള്ളത്. നമ്മളവിടെ ഞാൻ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളാണേ. 15 വർഷമെടുത്താണ് ഏകദേശം ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത്. കോട്ടയം, പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശ്രീരാമചന്ദ്രൻ്റെ 12.25 കോൽ അടി ഉയരമുള്ള ഒറ്റ കൃഷ്ണശിലയിൽ തീർത്ത വിഗ്രഹവും ഹനുമാൻ്റെ 7.25 അടി ഉയരമുള്ള വിഗ്രഹവുമാണ് ക്ഷേത്രത്തിൻ്റെ സത്യം പറഞ്ഞാൽ ഏറ്റവും പ്രധാന ഒരു ആകർഷണീയമെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത്ര ഉയരത്തിലാണ് ഈ 2 പ്രതിഷ്ഠകൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ അമ്പലത്തിനുള്ളിൽ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഒന്നും അലൗഡല്ല. പുറത്ത് തന്നെ നമുക്ക് ക്യാമറയിൽ അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഫോണിലാണ് ഫോട്ടോസ് വീഡിയോസും ഒക്കെ എടുത്തത്. ഫോണിലെടുക്കുന്നതിന് പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഉള്ളിൽ ഇഷ്ടംപോലെ കാണാൻ കൊത്തുപണികളൊക്കെ ഉണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ പുറത്തിറങ്ങുമ്പം തന്നെ നമുക്ക് നല്ല ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാം കേട്ടോ. ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ നടന്ന് നോക്കിയപ്പോഴാണ് ഒരു ചെറിയ അരുവി ഒഴുകി വരുന്നത് കണ്ടത്. ഈ അരുവി എപ്പോഴും ഇവിടെ ഉള്ളതാണോ, ഈ മഴ സമയത്താണോ വരുന്നത് എന്ന് നമുക്കറിയില്ല. എന്തായാലും നമ്മൾ ചെന്നപ്പം ഇതിങ്ങനെ ഒഴുകി പോകും. പിന്നെ ചെറിയ മഴ, ചാറ്റൽ, മഴക്കോള്, യാത്ര ഭയങ്കര സൂപ്പറായിരുന്നു. ഇതായിരുന്നു ഇന്ന് നമ്മൾ പോയ ക്ഷേത്രം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകാനൊരു അവസരം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകണം, കാണണം. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പം എന്നും യാത്രകൾ നമുക്ക് നല്ല ഓർമ്മകളാണ് സമ്മാനിക്കുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ എല്ലാവർക്കും യാത്രയോടൊരു പ്രണയമാണ്. ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ, സീ യു.